Hi, aspiring bureaucrats. This is Arjun R. Shankar, the lead mentor of My Mentor. The next topic that I'm going to discuss is a very pertinent and important topic. വളരെയധികം ഒരു ആസ്പിരൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ടോപ്പിക് ഇസ് നത്തിങ് മച്ച്. സത്യത്തിൽ സിവിൽ സർവീസ് പോലത്തെ ഒരു ഹൈലി ഡൈനാമിക് പരീക്ഷയെ എങ്ങനെയാണ് എല്ലാ കൊല്ലവും ഫേസ് ചെയ്യേണ്ടത്. UPSC itself is a big word and people call it as the Unpredictable Service Commission. പലപ്പോഴും ആ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് ഒരർത്ഥം വരെ ശരിയാണ്. ബിക്കോസ് എവറി ഇയർ UPSC gives എല്ലാ ആസ്പിറൻസിനും a big surprise in every exams paper. അതേപോലെ എല്ലാ കൊല്ലവും പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് ബാക്കിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു 8-9 കൊല്ലത്തെ പേപ്പേഴ്സ് പലപ്പോഴും എല്ലാവരും ചെക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ദ ബിഗസ്റ്റ് റീസൺ വൈ ദേ ഡു ഇസ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ് ഓർ ഡീകോഡ് ദ ട്രെൻഡ്. എന്താണ് ഈ പേപ്പർ നമുക്ക് വേണ്ടി കാത്തുവെക്കുന്നത്? അതിന് ബേസ് ശേഷമാണ് ഒരു ആസ്പിറൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഹീ ഓർ ഷീ ഡിസൈഡ്സ് വാട്ട് ഷുഡ് ബി ദ ഫോക്കസ് ഓഫ് സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ മൈ മെന്റർ എന്ന ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലൂടെ അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഇനി എക്സാമിനെ കാണുന്ന ആസ്പിറൻസ് മസ്റ്റായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു ഫ്യൂ ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഹൗ ആർ യു ഗോയിങ് ടു സീ, ഹൗ ആർ യു ഗോയിങ് ടു ഫോക്കസ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട്. എന്തായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ? ആൻഡ് വൺ തിങ് ദാറ്റ് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ട്രെൻഡ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ട്രെൻഡ് ഡീകോഡർ ഞാൻ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് നമ്പർ വൺ തിങ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഇസ് കൃത്യമായ സിലബസ് ഉണ്ടോ ഇതിന്? നമ്മൾ എല്ലാ ബുക്കുകളും പഠിച്ചിട്ട് കാര്യമുണ്ടോ? എക്സാക്ട്ലി, ഡെഫിനറ്റ്ലി സിവിൽ സർവീസ് ഹസ് ഗോട്ട് എ ബിഗ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ആൻഡ് സിലബസ് ആസ് യു നോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകുമോ? ദാറ്റ് ഈസ് എ മൂട്ട് ക്വസ്റ്റ്യൻ ദാറ്റ് എവറിബഡി ഷുഡ് ബി ഫോക്കസിങ് ഓൺ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റെസിഡ്യൽ ആയിട്ടുള്ള സബ്ജക്ട് നോളജോ ബുക്കിൽ നിന്ന് വായിച്ച കാര്യങ്ങളോ കൊണ്ട് മാത്രം ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ക്രാക്ക് ദി എക്സാം. അങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് ടു ടേക്ക് ദി എക്സാം അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഹൗ ടു ക്രാക്ക് ദിസ്? അതിനു വേണ്ടിയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്ട് നോളജ്, ബുക്കിലുള്ള ഈച്ച് ആൻഡ് എവറിഥിങ് യു ഹാവ് ടു സ്റ്റഡി വെരി പ്രോപ്പർലി. അത് പഠിക്കാതെ വേറെ വഴിയില്ല. യു ഹാവ് ടു റീഡ് ഇറ്റ് thoroughly. അതിനുശേഷം പലപ്പോഴും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ UPSC പരീക്ഷകളുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2018, 19, 20 വാസ് എ ബിഗ് ഗെയിം ചേഞ്ചർ. കാരണം കൃത്യമായ പുസ്തകങ്ങളിൽ നിന്നും ഡയറക്റ്റ് റെഫറൻസ് ഉള്ള ചോദ്യങ്ങൾ കുറവായിരുന്നു. That means in order to crack the question, you need a high element of application of your mind and critical thinking. ഇതൊരിക്കലും നമുക്ക് ഒരു ക്ലാസ് റൂമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ബുക്കിൽ നിന്നോ ഒരു ബുക്കിൽ നിന്നോ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. സോ വാട്ട് ഷുഡ് യു ഡു? ആ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് സ്റ്റഡി ദ കോൺസെപ്റ്റ്സ് വെരി thoroughly. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങൾ ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? സോ റാദർ ദാൻ ജസ്റ്റ് മഗ്ഗിങ് എവറി കോൺസെപ്റ്റ് ഇൻ ദ ബുക്ക്, ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ യു ഷുഡ് തിങ്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, ഇത് ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഇതിന് സൊസൈറ്റിയിൽ ആപ്ലിക്കബിലിറ്റി ഉണ്ടോ? ഇന്നത്തെ കറണ്ട് സിനാരിയോയിൽ ഈ ഒരു കോൺസെപ്റ്റ് വന്നാൽ, ഉദാഹരണം ഐ കൻ ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂസസ് ഇതാണെന്ന് ജസ്റ്റ് ഇങ്ങനെ മഗ് ചെയ്ത് പോകുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് പഠിച്ചതിന് ശേഷം ഡെയിലി ലൈഫിൽ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്താണ്? ഇങ്ങനെയൊക്കെയാണ് UPSC പലപ്പോഴും ചോദ്യം ചോദിക്കുന്നത്. സോ ഈ കോൺസെപ്റ്റ് മുഴുവൻ അറിഞ്ഞാലും ഇതിൻ്റെ ഡെയിലി ലൈഫിൻ്റെ പലപ്പോഴും ആപ്ലിക്കേഷനോ അതിൻ്റെ കാര്യങ്ങളോ അറിയാതെ പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് യു ഫെയിൽ ടു ആൻസർ ദ ക്വസ്റ്റൻ ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഡോണ്ട് ക്വാളിഫൈ ദ പ്രിലിമിനറി എക്സാമിനേഷൻ. സോ പഠിക്കേണ്ട ഫോക്കസ് എന്ന് പറയുന്നത് പണ്ട് കാലത്തൊരു ഹിസ്റ്ററി ഫാക്കൽറ്റി എന്ന രീതിയിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, നളന്ദ വിശ്വവിദ്യാലയ പോലത്തെ ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ അന്ന് പഠിപ്പിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് സഞ്ചരിച്ച് വന്നത് ഇന്ത്യയിലേക്കാണ്. നമ്മൾ ഇന്ന് ലണ്ടനിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോകുന്ന പോലെ ദ ഹോൾ വേൾഡ് കെയിം ടു ഇന്ത്യ ടു സ്റ്റഡി അറ്റ് നളന്ദ ആൻഡ് തക്ഷശില. അവരവിടെ പഠിപ്പിച്ചിരുന്നത് കുറേ സബ്ജക്ട്സ് മാത്രമല്ല, സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ആ കോൺസെപ്റ്റുകളുടെ ഡിബേറ്റും ഡിസ്കഷനിലൂടെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് അവർ പഠിച്ചിരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ഷുഡ് ടേക്ക് അവർ തോട്ട് പ്രോസസ് ആൻഡ് സ്റ്റഡി ടു ദ ഏൻഷ്യൻ പാസ്റ്റ്. അന്ന് ചെയ്ത പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിവിൽ സർവീസ് ടോപ്പിക്സിനെ നന്നായി പഠിച്ചുകൊണ്ട് യു ഷുഡ് നോ ടു അപ്ലൈ ഇറ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഐ എം ഷുവർ യു ക്യാൻ ക്രാക്ക് എനി ക്വസ്റ്റ്യൻ. പിന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ചോദ്യം ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ വളരെ എളുപ്പമാകുമെന്ന്. ദാറ്റ് ഈസ് വെരി എവിഡൻറ്റ്. സോ മൈ ഡിയർ ആസ്പയറിംഗ് ബ്യൂറോക്രാറ്റ്സ്, ഇനി ഈ ഒരു ആപ്ലിക്കേഷനും ക്രിട്ടിക്കൽ റീസണിംഗ് കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ
നിങ്ങൾ ആദ്യമേ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. Have healthy debates and healthy interactions with yourself or with your friends or your colleagues so that you get the ideas in a much more compact manner. അങ്ങനെയാണെങ്കിൽ definitely you stand a great chance in the coming examination. So thank you so much, aspiring bureaucrats. This is Arjun R. Shankar.